വിശുദ്ധ തോമാസ് ലിഹായുടെ ദുഃഖ്രാന തിരുനാൾ ആചരിക്കാൻ ഒരുങ്ങുകയാണ് കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികൾ. സീറോ മലബാർ സഭ ജൂലൈ 3 സഭാ ദിനമായിട്ട് ആചരിക്കുന്നു. വിശുദ്ധ തോമാസ് ലിഹ പകർന്ന് നൽകിയ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ വളർന്ന് വലിയൊരു സമൂഹമായിട്ട് രൂപം ഭാവിച്ചിരിക്കുന്നത്. എന്നാൽ വിശുദ്ധ തോമാസ് ലിഹായുടെ പ്രേക്ഷിത പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില അബദ്ധ ധാരണകൾ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ ചില കോണുകളിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതായത് വിശുദ്ധ തോമാസ് ലീഹ കേരളത്തിലേക്ക് വന്നിട്ടില്ല, ഭാരതത്തിലേക്ക് വന്നിട്ടില്ല, അതൊരു അബദ്ധ ധാരണയാണ് എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ. ഈ കുപ്രചരണങ്ങളുടെ ഒരു അടിസ്ഥാനം എന്തൊക്കെയാണ്? വിശുദ്ധ തോമാസ് ലീഹായുടെ കേരളത്തിലേക്കുള്ള, ഭാരതത്തിലേക്കുള്ള ആ ഒരു മിഷൻ യാത്രയുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടിയുമായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് സീറോ മലബാർ സഭ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ടാണ്. ഫാദർ ഡോക്ടർ ടോം ഒലിക്കരോട്ട്, സ്നേഹത്തോടെ അങ്ങ് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അച്ഛൻ, ഞാൻ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ തോമാസ് ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കേരളത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികളുടെ വലിയൊരു സമൂഹം രൂപം കൊണ്ടിരിക്കുന്നത്. എന്നാൽ ചിലർ പ്രചരിപ്പിക്കുന്നു തോമാസ് ലീഹ കേരളത്തിൽ വന്നിട്ടേയില്ല, ഭാരതത്തിൽ വന്നിട്ടേയില്ല എന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങളൊക്കെ ചില കോണുകളിൽ നിന്നും വരുന്നുണ്ട്. ആദ്യമേ തന്നെ വിശുദ്ധ തോമാസ് ലീഹായുടെ ആ മിഷൻ യാത്ര, കേരളത്തിലേക്ക് നടത്തിയ മിഷൻ യാത്രയുടെ ചരിത്ര യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ്? മലയാളത്തിലെ എഴുത്തുകാരൻ, വളരെ ശ്രദ്ധേയനായിട്ടുള്ള ഒരാളാണല്ലോ കെ.പി. അപ്പൻ. അദ്ദേഹം ബൈബിൾ വെളിച്ചത്തിന്റെ കവചം എന്നുള്ള ഒരു സുന്ദരമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ ഒരു വാചകം പറയാണ്: ശ്ലീഹന്മാരാകുന്ന മെഴുതിരികൾ ഉരുകിത്തീർന്ന പ്രകാശത്തിലാണ് ലോകം മിശിഹായെ തിരിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിൽ മാർത്തോമാ ശ്ലീഹയാകുന്ന ഒരു മെഴുതിരിയുടെ വെളിച്ചത്തിലാണ്, അദ്ദേഹം സ്വയം ഉരുകിത്തീർന്ന ആ രക്തസാക്ഷിത്വത്തിന്റെ പ്രകാശത്തിലാണ്, വിശ്വാസ വെളിച്ചത്തിലാണ് ഭാരതത്തിലെ മനുഷ്യർ നസ്രായനായ ഈശോയെ തിരിച്ചറിഞ്ഞതെന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ 24 വർഷങ്ങളായി നമ്മൾ ആ ഓർമ്മയാണ് ഓരോ വർഷവും ദുഃഖ്രാന തിരുനാളിൽ കൊണ്ടാടുന്നത്. മാർത്തോമാ ശ്ലീഹായുടെ ഒരുപക്ഷെ മറ്റേത് അപ്പസ്തോലന്റെ രക്തസാക്ഷിത്വ ദിനത്തെക്കാളും വൈകാരികമായ ഒരു ബന്ധവും അടുപ്പവും ഉണ്ട് ഈ ദുഃഖ്രാന തിരുനാളിന്. കേരള സഭയ്ക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ വിശ്വാസികളെ സംബന്ധിച്ച് ഇതൊരു വളരെ വൈകാരികമായ ഒരു അടുപ്പത്തോടു കൂടിയാണ്. അതിന്റെ അർത്ഥം ചരിത്രത്തോളം നീളുന്ന ഒരു സത്യത്തിന്റെ ഊടും പാവും കൊണ്ട് നെയ്തെടുത്ത ഒരു 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 കാര്യത്തിലാണ് ഈ ഒരു ബന്ധത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത്. തോമാസ് ലീഹായുടെ ഭാരത പ്രവേശനത്തെ കുറിച്ച് പലർ സംശയങ്ങൾ പറയുന്നുണ്ട് എങ്കിലും വളരെ വസ്തുനിഷ്ഠമായ ചരിത്ര പഠനങ്ങൾ, പ്രത്യേകിച്ച് 19-ാം നൂറ്റാണ്ടിനൊക്കെ ശേഷമുള്ള ഗവേഷണങ്ങളൊക്കെ വളരെ ആധികാരികമായ തെളിവുകൾ ഈ മാർത്തോമാ നസ്രാണികളുടെ ഈ പാരമ്പര്യത്തിനെ വസ്തുതാപരമാണെന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പ്രേക്ഷിത യാത്രകൾ തോമാസ് ലീഹ ഇന്ത്യയിലേക്ക് നടത്തി എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. അതിൽ ആദ്യത്തെ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്കാണ്. ഈ വടക്ക് പടിഞ്ഞാറൻ പ്രദേശങ്ങളിലേക്ക് പുരാതനമായ സിൽക്ക് റൂട്ടിലൂടെയുള്ള ഒരു കരമാർഗമുള്ള സഞ്ചാരമാണ് അദ്ദേഹത്തിന്റെ ആ പ്രേക്ഷിത യാത്രകൾ നടത്തുന്നത്. പിന്നീട് ആ യാത്ര ഒരുപക്ഷെ ജെറൂസലേം സൂനകദോസിൽ പങ്കെടുക്കുന്നതിന് AD 50, 51, 52 കാലഘട്ടങ്ങളിൽ നടന്ന ജെറൂസലേം സൂനകദോസിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം തിരിച്ച് ആ യാത്രയിൽ, ഒന്നാമത്തെ പ്രേക്ഷിത യാത്ര തിരിച്ച് ജെറൂസലേമിലേക്ക് പോകുന്നു. പിന്നീട് 2ാമത്തെ യാത്രയാണ് കേരള തീരത്തേക്കുള്ള കടൽ മാർഗമുള്ള യാത്ര എന്ന് പറയുന്നത്. ഇത് AD 52 ആരംഭിച്ച ആ ഒരു യാത്രയാണ് AD 72 മൈലാപ്പൂർ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തോളം എത്തി നിൽക്കുന്നത്. അപ്പോൾ ഇതിന് തോമാസ് ലീഹ ഇന്ത്യയിൽ വന്നോ, അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം, ഇതിനെക്കുറിച്ചൊക്കെ പറയുന്ന ഏറ്റവും പുരാതനമായ ഒരു സൂചന നമുക്ക് കിട്ടുന്ന കൃതി എന്ന് പറയുന്നത് AD 220 തൊട്ടുള്ള ഒരു കാലത്ത് എഴുതിയിട്ടുള്ള 220-നും 250-നും ഇടയ്ക്കെന്നാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. ആക്ട്സ് ഓഫ് സെന്റ് തോമസ്, തോമായുടെ നടപടികൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം ഗുണ്ടഫ്രസ് എന്ന് പറയുന്ന ഒരു രാജാവിന്റെ രാജ്യത്ത് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്നതും അവരെ മാനസാന്തരപ്പെടുത്തുന്നതും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നതുമായ നിരവധി ആഖ്യാനങ്ങളുണ്ട്. ഒരുപക്ഷെ 19-ാം നൂറ്റാണ്ട് വരെ ഇതൊരു കൽപ്പിത കഥ എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ നടന്ന നിരവധി പുരാവസ്തു ഗവേഷണങ്ങൾ,
ഈ പറയുന്ന ഗുണ്ടഫറസ് രാജാവ് ഇന്നത്തെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഇന്തോ പാർത്തിയൻ രാജാവായിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ കാലത്തെ നാണയങ്ങൾ, ശിലാലിഖിതങ്ങൾ, ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഗവേഷകർ, ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തുകയും ഗുണ്ടഫറസ് രാജാവിന്റെ ഇതൊരു കെട്ടുകഥയല്ല, മറിച്ച് അതൊരു ചരിത്രമാണെന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ കിട്ടുകയാണ്. അങ്ങനെ തോമാശ്ലീഹ ആ കാലത്ത് അവിടെ സ്ഥാപിച്ചിരുന്ന ക്രൈസ്തവ സമൂഹങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പിന്നീട് ഇതിൽ പലതും പല അധിനിവേശങ്ങളുടെ ഫലമായിട്ട് ക്രൈസ്തവ സമൂഹങ്ങൾ നാമാവശേഷമാകുന്നുണ്ടെങ്കിൽ പോലും ഇന്നും അവിടെ ഒക്കെ ഈ തോമായുടെ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ചില മരിക്കാത്ത ഓർമ്മകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു ചരിത്ര സത്യമാണ്. അതുപോലെ തന്നെ തോമാശ്ലീഹയെ കുറിച്ച് ആദിമസഭയിലെ ഒരുപക്ഷെ സുറിയാനി സഭകൾക്കൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സഭാപിതാവാണ് മാർ അപ്രയം. അദ്ദേഹത്തിന്റെ ഗീതങ്ങളിൽ അദ്ദേഹം പറയാണ്, 12-ൽ ഒരുവനായ വലിയ ദീപമേ, കുരിശിൽ നിന്നുള്ള തൈലത്താൽ നിറഞ്ഞവനായി ഇന്ത്യയുടെ നിശയെ പ്രകാശിപ്പിച്ചു എന്നാണ്. അദ്ദേഹം ജീവിക്കുന്നത് 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭകാലങ്ങളിൽ ജീവിക്കുന്ന ആളാണ്. അപ്പോൾ മാർ അപ്രേമിന്റെ രചനകൾ, അതുപോലെ തന്നെ ടൂർസ് രൂപതയുടെ, ഫ്രാൻസിലെ ടൂർസ് രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ ഗ്രിഗറി, അദ്ദേഹത്തിന്റെ കാലഘട്ടം AD 538 മുതൽ 594 വരെയുള്ള കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം പറയാണ്, തോമായുടെ കബറിടം അതുപോലനുബന്ധിച്ച് ഒരു ആശ്രമ ദേവാലയവും കലാമിന എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്തിരുന്നു. അവിടെ ഒരിക്കലും കെടാത്ത ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരുന്നു എന്ന് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ടൂർസിലെ മെത്രാൻ, അദ്ദേഹം ഫ്രാൻസിലെ മെത്രാന് കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദിമ നൂറ്റാണ്ടുകളുടെ ഒരു വളരെ കൃത്യമായ പാരമ്പര്യം, ഈ വിശ്വാസ കൈമാറ്റം തോമായുടെ ഭാരത പ്രേക്ഷിതത്വത്തിന്റെ പിറകിൽ ഒരു ചരിത്രത്തിനും അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നിഷേധിക്കാൻ പറ്റാത്ത ഒരു ചരിത്ര സത്യമായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാർക്കോപോളോയുടെ 1262 മാർക്കോപോളോയുടെ സഞ്ചാര വിവരണത്തിൽ തോമായുടെ കബറിടം ഒരു കടൽ തീരത്ത് സ്ഥിതി ചെയ്തിരുന്നു എന്ന് പറയാണ്. അതുപോലെ അവിടുന്നുള്ള മണ്ണ് ഔഷധമായിട്ട് ജലത്തിൽ കലർത്തി ആളുകൾ കുടിച്ചിരുന്നു. 13-ാം നൂറ്റാണ്ടിൽ സന്ദർശിച്ചിരുന്ന മാർക്കോപോളോയെ കുറിച്ചാണ് ഈ പറയുന്നത്. അതുപോലെ തന്നെ ഹുയാൻസ, ഇങ്ങനെയുള്ള നിരവധി ചരിത്ര രേഖകൾ 16-ാം നൂറ്റാണ്ടിലെ സ്റ്റുവർട്ട് ബർബോസയുടെ ഒരു വിവരണത്തിൽ ഈ മൈലാപ്പൂരിൽ തോമായുടെ കബറിടമുണ്ടെന്നും അവിടെ കത്തുന്ന വിളക്കുണ്ടെന്നുമുള്ള വളരെ കൃത്യമായിട്ടുള്ള രേഖയുണ്ട്. അപ്പോൾ ഇതെല്ലാം പറയുന്നത് നിരവധി ചരിത്ര രേഖകൾ 2000-ലപ്പുറം വർഷത്തുള്ള ഒരു സംഭവത്തിന് നമുക്ക് സാക്ഷ്യം നൽകുന്നുണ്ട്. അപ്പോൾ മറ്റേതെങ്കിലും ഒരു സ്ഥാപിതമായ ലക്ഷ്യത്തോടുകൂടി അല്ലെങ്കിൽ ഒരിക്കലും നിഷേധിക്കാൻ പറ്റാത്ത ഒരു ചരിത്ര യാഥാർത്ഥ്യമാണ് തോമാശ്ലീഹായുടെ ഭാരത പ്രവേശനവും പ്രേക്ഷിത പ്രവർത്തനവും രക്തസാക്ഷിത്വം എന്ന് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട മാർത്തോമാ നസ്രാണികളുടെ ഇടയിലെ പുരാതന ഗീതമായ റംബാൻ പാട്ട് അടക്കമുള്ള ഗീതങ്ങളിലൊക്കെയും ഈ കാര്യം ഒരു പാരമ്പര്യം നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയും. ഓക്കെ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വെച്ചാൽ ഇപ്പം വിശുദ്ധ തോമാശ്ലീഹ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം സ്ഥിതി ചെയ്യുന്ന, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലേക്ക് എന്തുകൊണ്ട് അന്ന് വന്നു? ചിലർ ഉന്നയിക്കുന്ന സംശയമുണ്ട്, അന്ന് ഇത്രയും കിലോമീറ്റർ അപ്പുറം സ്ഥിതി ചെയ്യുന്ന ആ മിഡിൽ ഈസ്റ്റ്, ജെറുസലേം പോലുള്ള ആ ഒരു പ്രദേശങ്ങൾ, ഇന്ത്യയെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് അവർക്ക് എങ്ങനെ ആ കാലഘട്ടത്തിൽ അറിയാൻ സാധിക്കും? മാത്രമല്ല ആ ഒരു യാത്ര എന്നൊക്കെ പറയുന്നത് വളരെ ദുർഘടം പിടിച്ചതാണ്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ 1-ാം പ്രേക്ഷിത യാത്ര സിൽക്ക് റൂട്ട്, അതും വളരെ ദുർഘടം പിടിച്ചൊരു ഏരിയയാണ്. ഒപ്പം തന്നെ കടൽ മാർഗമുള്ള യാത്ര നമുക്ക് ആ കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം റിസ്ക് ഉള്ള യാത്രയാണ്. എന്തുകൊണ്ട് ഇന്ത്യ, എന്തുകൊണ്ട് കേരളം അദ്ദേഹം ചൂസ് ചെയ്തു അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട്? യഥാർത്ഥത്തിൽ കേരള തീരവുമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള പലസ്തീനയുടെ അല്ലെങ്കിൽ ഈജിപ്തിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ വ്യാപാര ബന്ധം അത്രമേൽ ദുർഘടമായിരുന്ന ഒന്നായിരുന്നില്ല. കാരണം അനേക ചരിത്ര രേഖകൾ പറയുന്ന ഒരു കാര്യം, പ്രതിവർഷം 120ഓളം കപ്പലുകൾ യാത്ര ചെയ്തിരുന്ന ഒരു വളരെ മികച്ച വ്യാപാര റൂട്ടായിരുന്നു ഈ നമ്മുടെ കേരള തീരവും അതുപോലെ തന്നെ ചെങ്കലിന്റെ തീരത്തെ മിയോസ് ഹോർമോസ് തുറമുഖവും ഇടയിലുള്ള ഇത് ഒരു വലിയ വ്യാപാര മാർഗമായിരുന്നു എന്നാണ് പറയുന്നത്. പ്രതിവർഷം 120 കപ്പലുകൾ യാത്ര ചെയ്തിരുന്നതാണ്. ഇനി ബൈബിൾ ഈ ഭാരതവുമായിട്ടുള്ള ഇസ്രായേൽ ദേശത്തിന്റെ ബന്ധത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സോളമൻ ദേവാലയം പണിയുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള തേക്ക് തടികൾ ഉപയോഗിച്ചിരുന്നു എന്ന പരാമർശം ബൈബിളിലുണ്ട്. അതുപോലെ തന്നെ മക്കബയരുടെ പുസ്തകത്തിൽ ഒരു ആനയെക്കുറിച്ച് പറയുമ്പോൾ അതിന് ഇന്ത്യക്കാരനായ ഒരു പാപ്പാൻ ഉണ്ടായിരുന്നു എന്ന് മക്കബയരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണും.
അപ്പോൾ ഇത് അർത്ഥമാക്കുന്ന എന്താണ്? ഇവിടെ വളരെ കൃത്യമായ ഒരു വ്യാപാര ബന്ധം ഇസ്രായേൽ ദേശവും ഈ പറയുന്ന ഈ കേരള തീരവുമായിട്ട് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരള തീരത്ത് ആദ്യ നൂറ്റാണ്ടുകളിൽ ധാരാളം യഹൂദ കോളനികൾ, ജൂവിഷ് സെറ്റിൽമെന്റുകൾ ഉണ്ടായി. ഇന്ന് തോമാസ് ശ്ലീഹ സ്ഥാപിച്ച 7 പള്ളികൾ എന്ന് പറയുന്ന പ്രദേശങ്ങളോടനുബന്ധിച്ചൊക്കെയും യഹൂദ സെറ്റിൽമെന്റുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രപരമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തോമാസ് ശ്ലീഹ എന്തിന് ഇന്ത്യയിലേക്ക് വന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ ഉത്തരം നഷ്ടപ്പെട്ട ഇസ്രായേൽ ഭവനത്തിലെ ആടുകളെ തേടിയുള്ള യാത്രയായി. അവിടെ അദ്ദേഹം ആദ്യ ശ്രോതാക്കൾ തീർച്ചയായിട്ടും യഹൂദരായിരുന്നു. ആ ഒരു സമൂഹങ്ങളെ തേടിയുള്ള യാത്രയിൽ അദ്ദേഹം ഇവിടെ എത്തുകയാണ്. എന്നാൽ തോമാസ് ശ്ലീഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ യഹൂദർ മാത്രമല്ല വിശ്വാസം സ്വീകരിച്ചത്. നമ്മുടെ ഒരു വളരെ സജീവമായ പാരമ്പര്യമാണ് മാർത്തോമാ ശ്ലീഹ നമ്പൂതിരിമാർക്ക്, ബ്രാഹ്മണ സമൂഹത്തിന് ജ്ഞാനസ്നാനം നൽകി. അതിന് എതിരഭിപ്രായം പറയുന്നവരുണ്ട്. അവർ പറയുന്നത് 8-ാം നൂറ്റാണ്ടില് ഒക്കെ അനുബന്ധിച്ചിട്ടാണ് കേരളത്തിലേക്ക് നമ്പൂതിരിമാരുടെ കുടിയേറ്റങ്ങൾ ഉണ്ടായത്, അങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ പ്രത്യേകിച്ച് അത് വില്യം ലോഗന്റെ മലബാർ മാനുവലിലൊക്കെ ഇങ്ങനെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ ഹുയാൻസാങ്ങിന്റെ സഞ്ചാര വിവരണത്തിൽ AD 629-കളിലൊക്കെ തുടങ്ങിയതാണ്. അതിനകത്ത് കേരളത്തിൽ ബ്രാഹ്മണരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KP പത്മനാഭന്റെ കേരള ചരിത്രം, ശ്രീധരമേനോന്റെ കേരള ചരിത്രം, അതുപോലെ PK ബാലകൃഷ്ണന്റെ ജാതി വ്യവസ്ഥയും കേരളവും, ഇങ്ങനെയുള്ള ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെയും ഈ ബ്രാഹ്മണരുടെ കുടിയേറ്റം കേരളത്തിലേക്ക് നടന്നത് ഒരൊറ്റ കുടിയേറ്റമായിട്ടല്ല, നൂറ്റാണ്ടുകളിലൂടെ സംഭവിച്ച ഒരു കാര്യമായിട്ട് അവർ അതിനെ സ്ഥാപിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ തീർച്ചയായിട്ടും മാർത്തോമാ ശ്ലീഹായെ കേട്ട സുവിശേഷം സ്വീകരിച്ചവരിൽ ബ്രാഹ്മണ സമൂഹത്തിൽപ്പെട്ടവരുണ്ടായിട്ടുണ്ട്, യഹൂദ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. റംബാൻ പാട്ടിനകത്തൊക്കെ പറയുന്നത് ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശൂദ്രരെയും മാർത്തോമാ ശ്ലീഹ സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. ശ്ലീഹായിൽ സ്നാനം സ്വീകരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിൽ രൂപപ്പെട്ട ഒരു സഭ ഏതെങ്കിലും ഒരു ജാതി ആഢ്യ സമൂഹത്തിന്റെ ഭാഗമായിട്ട് രൂപപ്പെട്ട സഭയല്ല. അതെല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ടിട്ടുള്ള യഥാർത്ഥ ഒരു കത്തോലിക്ക സഭയാണ്. എല്ലാവരെയും ആശ്ലേഷിച്ചു. അതിൽ ഏറ്റവും അധകൃതനെയും ഏറ്റവും ഉന്നത കുലജാതനെയും മിശിഹായിൽ ഒന്നാക്കി മാറ്റിയ ഒരു സഭയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ തോമാസ് ശ്ലീഹ രൂപപ്പെടുത്തിയെന്ന് പറയും. അത് വരേണ്യവർഗത്തിന്റെ ഒരു സഭയല്ല, അത് എല്ലാവരുടെയും കൂടെയുള്ള ഒരു സഭാ സമൂഹമാണ്. ആ സമൂഹത്തിന്റെ ജ്വലിക്കുന്ന ഒരു ഓർമ്മയാണ് നമ്മൾ തോമാസ് ശ്ലീഹായുടെ പ്രേക്ഷിത പ്രത്യയെക്കുറിച്ച് ഇന്നും വളരെ ഹരിതാഭമായിട്ട് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, നമ്മൾ കുറെ കൂടി ഒരു ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ വെച്ചാൽ നമുക്ക് വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ഒരു പ്രേക്ഷിത പ്രവർത്തനം നമുക്കറിയാം. അദ്ദേഹം ആ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടത് ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു വളരെയധികം റിസ്കിലേക്കാണ്. അതിപ്പം എത്തുന്ന ദേശത്തെ ഭാഷ അറിയത്തില്ല, അവിടെ ഒരുപക്ഷെ പരിചയക്കാരുണ്ടാവില്ല, അവിടെ എത്തുന്ന ജനങ്ങൾ തന്നെ സ്വീകരിക്കുമോ എന്നുള്ള ഉറപ്പില്ല, ഒരുപക്ഷെ ഒരു മരണം പോലും അഭിമുഖീകരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വിശുദ്ധ തോമാസ് ശ്ലീഹ എത്തിയത്. പക്ഷേ ധീരതയോടെ അദ്ദേഹം വിശ്വാസം പ്രഘോഷിച്ചു, രക്തസാക്ഷിത്വം വരിച്ചു. അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം, പ്രതിസന്ധികളുടെ മധ്യേ സഭയെ വളർത്തിയ അദ്ദേഹത്തിൻ്റെ മനോഭാവം, അത് ഇന്നത്തെ സഭയ്ക്ക് നൽകുന്ന ഒരു സന്ദേശം, മനോഹരമായിട്ടുള്ളൊരു സന്ദേശം എന്തായിരിക്കും വെച്ചാൽ? തീർച്ചയായിട്ടും മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് സുവിശേഷത്തോടുള്ള അഗാധമായ ഒരു സ്നേഹം, മിശിഹായോടുള്ള അഗാധമായ ഒരു സ്നേഹം. അദ്ദേഹം ഉദ്ധിതനായ യേശുവിന്റെ മുറിവുകളുടെ മുമ്പിൽ നിന്നിട്ട് വിളിക്കുകയാണ്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, മാർബാലാഹ എന്നാണ് അദ്ദേഹം ഉദ്ഘോഷിക്കുന്നത്. ആ ഒരു പ്രഘോഷണത്തിൽ അവിടെ മിശിഹായ്ക്കപ്പുറം മറ്റൊന്നുമില്ല എന്നുള്ള ഒരു സമ്പൂർണമായ ഒരു ഏറ്റുപറച്ചിലാണ് നടന്നത്. ഇവിടെ ഇന്ന് നമുക്ക് ആ ഒരു ചൈതന്യത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ മിശിഹായെക്കാളും അവന്റെ സഭയെക്കാളും മറ്റൊരു താല്പര്യങ്ങളും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പാഠം തോമായിൽ നിന്ന് പഠിക്കാനുള്ളത്. ഇത്രയും ദൂരം പലസ്തീനായിൽ നിന്ന് കേരള തീരത്തേക്ക് അപരിചിതമായ ഇന്ത്യയുടെ പ്രദേശങ്ങളിലേക്ക് സുവിശേഷവുമായിട്ട് പോകണമെങ്കിൽ നസറായന ഈശോയുടെ അത്രമേൽ ഒരു അഗാധ സ്നേഹം, അവനെക്കാളും വലുതായിട്ടൊന്നുമില്ല. ഒരുപക്ഷെ വർത്തമാനകാലത്തിലെ സഭയ്ക്കും ഉണ്ടാവേണ്ട ഏറ്റവും വലിയ കാര്യം മിശിഹ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടുക, അവന്റെ സഭ വളരെ പ്രധാനപ്പെട്ടതായിട്ട് പരിഗണിക്കപ്പെടുക എന്നുള്ളതാണ്. തോമാസ് ശ്ലീഹായുടെ പ്രത്യേകത, അദ്ദേഹം മുറിവുകളുടെ മുമ്പിൽ നിന്നിട്ടാണ് ആ ഏറ്റുപറച്ചിൽ നടത്തുന്നത്. ഉദ്ധിതന്റെ മുറിവുകളുടെ മുമ്പിൽ നിന്നിട്ടാണ്.
നമ്മുടെ ഈ കാലഘട്ടത്തിലെ സഭാ ശരീരത്തിൽ ധാരാളം മുറിവുകളുണ്ട്. ഭിന്നതകളുടെ, അഭിപ്രായ വ്യത്യാസങ്ങളുടെ, ഏറ്റുമുട്ടലുകളുടെ വ്രണിതമായ ഒരു സഭാ ശരീരത്തെ നമ്മൾ കാണുകയാണ്. ഈ വ്രണിതമായിരിക്കുന്ന സഭാ ശരീരം ഈ കാലഘട്ടത്തിൽ മിശിഹായുടെ ശരീരമാണെന്ന് ഒരു വിശ്വാസി തിരിച്ചറിയുമ്പോൾ ആ മുറിവുകളുടെ മുമ്പിൽ നിന്നിട്ട് വിശ്വാസം ഏറ്റുപറയാനുള്ള ഒരു ആർജവത്വവും ഒരു ധീരതയുമാണ് ഈ കാലത്ത് തോമാ ശ്ലീഹായിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനുള്ളത്. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം അച്ഛാ, അതായത് ഒരു സത്വബോധം, ഒരു സമുദായ ബോധം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ അത് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തോമാസിലെ ഒരു കോമൺ സോഴ്സിൽ നിന്നാണ് ഇവിടുത്തെ ഒരു ലക്ഷങ്ങളിലേക്ക് വിശ്വാസം കൈമാറ്റം ചെയ്യപ്പെട്ടത്. എന്നാൽ ആ ലക്ഷങ്ങൾ എന്ന് പറയുന്നത് പല റീത്തുകളുടെ പേരിൽ പല സഭാവിഭാഗങ്ങളായിട്ട് ഇങ്ങനെ വിഭജിച്ച് നിൽക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ കുറെ കൂടി സത്വബോധത്തിലേക്ക്, ഒരു കോമൺ ഒരു കോസിലേക്ക്, അല്ലെങ്കിൽ ഒരു സമുദായ ബോധത്തിലേക്ക് വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത, പ്രത്യേകിച്ച് മാർത്തോമാ ക്രിസ്ത്യാനികൾ വരേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഈ കാലഘട്ടത്തിൽ അതിക്രമിച്ചിട്ടില്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം കേരളത്തിലെ ക്രൈസ്തവർ അവർക്കിടയിൽ വിശ്വാസത്തിന്റെ ഒരു വലിയ ഐക്യം, അതുകൊണ്ടാണ് നമ്മൾ ജൂലൈ 3-ാം തീയതി സഭാദിനമായിട്ട് കൂടെ ആചരിക്കുന്നതിന്റെ പിറകിൽ ഈ ഒരു വിശ്വാസത്തിന്റെ ഐക്യം പലതായിരുന്ന നമ്മൾ മിശിഹായിലുള്ള വിശ്വാസം വഴി ഒന്നായിട്ട് മാറുന്നു. ആ ഒരുമയിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മളെ നയിച്ചത് മാർത്തോമാ ശ്ലീഹായാണ്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ടല്ലോ, മിശിഹായിൽ നിങ്ങൾക്ക് 10,000 ഉപദേഷ്ടാക്കൾ ഉണ്ടായെങ്കിൽ ജന്മം നൽകിയത് ഞാനാണ്. അപ്പോൾ മിശിഹായിൽ വിശ്വാസത്തിൽ നമ്മളെ ജനിപ്പിച്ചത് തോമാ ശ്ലീഹായാണെങ്കിൽ ആ ഒരു സ്മരണ ഒരു അനിവാര്യമായ കൂട്ടായ്മയിലേക്ക്, പല അഭിപ്രായ വ്യത്യാസങ്ങൾ, പ്രാദേശികതയുടെ ഒക്കെ പേരിൽ, ഇനി റീത്ത് വ്യത്യാസങ്ങളുടെ പേരിൽ ഒക്കെ നമുക്കുണ്ടെങ്കിലും മാർത്തോമായുടെ മക്കൾ എന്നുള്ള ഒരു ഐഡന്റിറ്റി നൂറ്റാണ്ടുകളിൽ കേരളത്തിലെ ക്രൈസ്തവർ കാത്തുസൂക്ഷിച്ചവരാണ്. അത് അഭിമാനത്തോടെയാണ് അവർ പറഞ്ഞിരുന്നത്, ഞങ്ങൾ തോമായുടെ മക്കളാണ്. ഈ ഒരു ഐഡന്റിറ്റിയിൽ ബോധത്തെ നമ്മൾ തിരിച്ചറിയുകയും അത് വളർത്തിയെടുക്കുകയും എല്ലാ ഭിന്നതയ്ക്കും അപ്പുറം ഒരു കൂട്ടായ്മ നമുക്കിടയിൽ രൂപപ്പെടുകയും ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഇനിയുള്ള കാലത്ത് നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് വളരെ അപകടകരമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. പല വിധത്തിൽ, പല കാരണങ്ങളിൽ നമ്മൾ ഈ ഒരു അനിവാര്യമായ കൂട്ടായ്മയെക്കുറിച്ച് വിചാരപ്പെട്ടിട്ടുണ്ട്, മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തോമാ ശ്ലീഹായുടെ ദുഖറാന തിരുനാൾ തീർച്ചയായിട്ടും അനിവാര്യമായ മാർത്തോമാ നസ്രാണികളുടെ ഇടയിൽ ഉണ്ടാവേണ്ട ഒരു ഐക്യത്തിന്റെയും സംഘബോധത്തിന്റെയും ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഭിന്നതകൾ ഏതുമാവട്ടെ, ഒരുമിക്കാൻ നമ്മൾ ഈ കാലത്ത് ഒരു കാരണം കണ്ടെത്തേണ്ടതുണ്ട്. ആ ഒരു കാരണം ഇനിയും കണ്ടെത്താതെ നിസ്സാര കാരണങ്ങളെ പ്രതി നമ്മൾ ഭിന്നിച്ചും പരസ്പരം പോരടിച്ചും ആണെങ്കിൽ ചരിത്രപരമായ ഒരു വലിയ തകർച്ചയെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് നിലനിൽപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു ഐക്യബോധത്തിലേക്ക് വരണം. ആ കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മ തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. യെസ്, വളരെ നന്ദി അച്ഛാ. പ്രത്യേകിച്ച് വിശുദ്ധ തോമാ ശ്ലീഹായുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ആശയങ്ങൾ അങ്ങ് പങ്കുവച്ചതിന്. നമുക്കറിയാം, വിശുദ്ധ തോമാ ശ്ലീഹായുടെ ആ പ്രേക്ഷിത പ്രവർത്തനം, കേരളത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മിഷൻ യാത്ര, ഭാരതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ മിഷൻ യാത്ര എന്ന് പറയുന്നത് അതൊരു ചരിത്ര യാഥാർത്ഥ്യം തന്നെയാണ്. ഒപ്പം തന്നെ അച്ഛൻ ഏറ്റവും ലാസ്റ്റായിട്ട് സൂചിപ്പിച്ചതുപോലെ വിശുദ്ധ തോമാ ശ്ലീഹായുടെ ആ ഒരു പ്രേക്ഷിത പ്രവർത്തനം ഇന്നത്തെ സഭയ്ക്ക് ചില സുപ്രധാനമായിട്ടുള്ള സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. അത് സമുദായ ബോധത്തിൻ്റെ ഒരു സന്ദേശമാണ്, ഐക്യത്തിൻ്റെ ഒരു സന്ദേശമാണ്. അതിനേക്കാളൊക്കെ ഉപരി ജീവന് തുല്യം കർത്താവിനെ സ്നേഹിച്ച് രക്തസാക്ഷിത്വത്തിലൂടെ ആണെങ്കിൽ പോലും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാനുള്ള ഒരു ആഹ്വാനം തന്നെയാണ് വിശുദ്ധ തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത പ്രവർത്തനം, വിശുദ്ധ തോമാ ശ്ലീഹായുടെ ജീവിതം ഇന്നത്തെ കേരള സഭയ്ക്ക് നൽകുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ആശയങ്ങൾ പങ്കുവച്ച ഫാദർ ടോം ഒല്ലിക്കുറിച്ച് അങ്ങേക്ക് നന്ദി.